എന്നാ പിന്നെ പരിചയപ്പെട്ട സ്ഥിതിക്ക് ഋഷിയെ സേഫ് ആയിട്ട് കൊണ്ടുപോയിക്കോ. ഇങ്ങോട്ട് നടക്കടാ. എടാ നിന്നോട് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ നീ കൊലപാതകയല്ല, നല്ല കോൺഫിഡൻസോട് കൂടി ഇരിക്കടാ. ആ ശരി. അപ്പോ എന്തായാലും കിട്ടിയ അവസരത്തിന് ഞാൻ അവന്റെ ചെവിക്കല് നോക്കി കൊടുത്തിട്ടുണ്ട്. അതേതായാലും നന്നായി എസ്തപ്പൻ ചേട്ടാ. ഋഷിയെ കുറിച്ച് അന്വേഷിച്ച് തന്നെയാ വന്നത്. പിന്നെ നന്ദൻ സാറിനെ കുറിച്ചു. അവനാള് കൊള്ളാലോ ദേവിക്ക്. അതെ, എന്തായാലും നമ്മൾ മനസ്സിൽ കണ്ട പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. എന്തായാലും അരുന്ധതി മാഡവും ടീമും ആകെ തീ പിടിച്ചു കഴിഞ്ഞു എന്നുള്ളത് വ്യക്തമായി. നമ്മൾ പറഞ്ഞത് സത്യമാണോ കള്ളമാണോ എന്നൊക്കെ ചിന്തിച്ച് ഭ്രാന്തെടുത്തിരിക്കായിരിക്കും അവര്. എസ്തപ്പൻ ചേട്ടൻ സൂക്ഷിക്കണം. എസ്തപ്പൻ ചേട്ടനെ പൊക്കാൻ ആ അരുന്ധതി ആളയക്കും. ആയിക്കട്ടെ, അങ്ങനെ ഒരാൾ വന്നു കിട്ടാൻ കാത്തിരിക്കുക ഞാൻ. എന്നെ അന്വേഷിച്ച് വരുന്നവൻ ഇവിടുന്ന് മുന്നേ തിരിച്ചു പോവില്ല. എസ്തപ്പൻ ചേട്ടാ, മുരളിയേട്ടൻ പറയുന്നത് സീരിയസ് ആയിട്ട് എടുക്കണം. എപ്പോഴും ഒരു കരുതലോടെ വേണം കഴിയാൻ. ഞാൻ മുൻപ് പറഞ്ഞിട്ടില്ലേ, നമ്മൾ മത്സരിക്കുന്നത് അരുന്ധതി മാഡത്തിനോടാ. അത് ചെറുതായിട്ട് കാണണ്ട. എത്ര വലിയ ശക്തിയായാലും അടിത്തറ ഉലഞ്ഞാൽ ആകെ പൊളിഞ്ഞു വീഴുമോളെ. ഞാൻ പറഞ്ഞില്ലേ, എന്റെ കയ്യിൽ നിന്ന് സംഭവിച്ച വീഴ്ചയ്ക്ക് പകരം വീട്ടാൻ ഒരുങ്ങിയിരിക്കുന്നവനാ ഞാൻ. നന്ദൻ സാറിനെ ഇവിടുന്ന് കൊണ്ടുപോയ ആളെ എന്റെ കയ്യിലോട്ടൊന്ന് കിട്ടട്ടെ. അവന്റെ ഭൂമിയിലെ ജീവിതം അന്നത്തോടെ അവസാനിക്കും. കാലം കുറയായി നല്ലതും ചീത്തയുമായ ഒരുപാട് ആളുകളെ എസ്തപ്പൻ ഈ കണ്ണുകൊണ്ട് കാണുന്നത്. ഒളിച്ചിരുന്ന് തോൽപ്പിച്ചവർ ഒരുപാട് പേരുണ്ട്. പക്ഷേ കണ്ണിന് മുമ്പിൽ വന്നുവിട്ട ചതിയന്മാരെ രക്ഷപ്പെട്ടിട്ടില്ല. ആ കെവിന് ഞാൻ വിട്ടയച്ചതേ, അയാളിൽ നിന്നും നന്ദൻ സാറിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട പല വിവരങ്ങളും നമുക്ക് കിട്ടാനുള്ളതുകൊണ്ടാ. അവൻ അതിബുദ്ധിമാനാ. പക്ഷേ അവനെ വിറ്റ ബുദ്ധി ഈ എസ്തപ്പാന്റെ തലയിലുണ്ട്. എസ്തപ്പാൻ ചേട്ടന്റെ ഈ ആത്മവിശ്വാസവും പിന്തുണയുമാ എന്റെ ഒരു ബലം. ദേവിക ധൈര്യമായിട്ടിരിക്കുക. നമുക്ക് എത്രയും വേഗം നന്ദനിലേക്ക് എത്താൻ പറ്റുമെന്ന് തന്നെയാ എന്റെ മനസ്സ് പറയുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കും മോനെ. നന്ദസാറിന് തിരിച്ചു കിട്ടാൻ വേണ്ടി വേളാങ്കണ്ണി മാതാവിന് 1001 മെഴുകുതിരി ഞാൻ നേർന്നിട്ടുണ്ട്. എന്നും മുട്ടിപ്പായി പ്രാർത്ഥിക്കും. എസ്തപ്പൻ ചേട്ടാ, നമുക്ക് ഇനിയും അരുന്ധതി മാഡത്തിന്റെ വീട്ടിലൊന്ന് പോവേണ്ടി വരും. എപ്പോ പോണോന്ന് മോണൊന്ന് പറഞ്ഞാ പോരെ? ഇപ്പൊ പോണോ? കാര്യങ്ങളൊക്കെ ഇതുവരെ പോകുന്നു നോക്കാം, എന്നിട്ട് ബാക്കി തീരുമാനിക്കാം. മോളിരിക്ക്. സ്നേഹമാണെങ്കിലും ശരി, അത് അളവിൽ കൂടുതൽ ആർക്കും കൊടുക്കാൻ പാടില്ല എന്ന് എനിക്ക് ഇപ്പം മനസ്സിലായി. നന്ദന്റെ കൂട്ടുകാരെ ഞാൻ സ്വന്തം മക്കളെ പോലെയാ സ്നേഹിച്ചത്.
നന്ദനെ സഹായിച്ചതിന്റെ ഒരു കടപ്പാടും കൂടി എനിക്ക് കെവിനോടുണ്ടായിരുന്നു. പക്ഷെ പാമ്പിന് പാല് കൊടുക്കുമെന്ന് പറയില്ലേ, കെവിന് ഞങ്ങൾ കൊടുത്ത സ്നേഹം അതുപോലായിരുന്നു. ദുഷ്ട മനസ്സോടെയാണ് അവൻ ചന്ദ്രത്തേക്ക് വന്നു കയറിയതെന്നും നന്ദനെ കൂടെ കൂട്ടിയതെന്നും ഞാൻ അറിഞ്ഞില്ല. ചതിയൻ. ഞങ്ങളുടെ കുടുംബം നശിപ്പിക്കാൻ അവനും ഇസബെല്ലയും ഋഷിയും കൂടി കാണിച്ചു കൂട്ടിയത് എന്തൊക്കെയാ? ഓർക്കുമ്പോ തന്നെ എനിക്ക് പേടിയാവോ ഭാർഗവി. ഋഷിയെ നന്ദൻ കൊന്നതായി വിശ്വസനീയമായ രീതിയിൽ സംഭവ പരമ്പരകൾ തീർക്കുക, നന്ദനെ മാനസികമായി തകർത്ത് തരിപ്പണമാക്കുക. ദൈവമേ, ചിന്തിക്കാൻ കൂടി വയ്യ. പ്രഭകുഞ്ഞെ, ഞാൻ ഇപ്പൊ തന്നെ ആ വൃത്തികെട്ടവരെ നേരിട്ട് കാണാൻ പോവാ. ആ ഇസബെല്ലയുടെയും കെവിന്റെയും പല്ലടിച്ച് ഞാൻ താഴെയിടും. എന്നിട്ട് ആ കള്ള DVSP ഒന്ന് കാണണം. നീ ഒറ്റയ്ക്ക് പോണ്ട ഭാർഗവി, ഞാനും കൂടെ ഉണ്ട്. നന്ദനെ ഒന്ന് കണ്ടെത്തിക്കോട്ടെ, പിന്നെ ഞാൻ ഇറങ്ങും. ചെയ്തതിന് എല്ലാം കൂടി പലിശയും ചേർത്ത് തിരിച്ചു കൊടുക്കും. ഋഷിയല്ല, ആ അരുന്ധതിയായിരിക്കും എല്ലാത്തിന്റെയും പുറകില്. പ്രകാശൻ പറഞ്ഞത് സത്യമാ, എല്ലാം അരുന്ധതിയുടെ ദുഷ്ടബുദ്ധിയാ. മീരെ കൊന്നതും അവളുടെ ആൾക്കാർ തന്നെയാ. എന്നിട്ട് അനുഭവിക്കുന്നത് അത്രയും പാവം പ്രകാശം. മീരയുടെ കൊലപാതകത്തെ കുറിച്ച് പ്രകാശം പറഞ്ഞത് വാസ്തവമായിരിക്കോ കുഞ്ഞെ? സംശയിക്കേണ്ട ഭാർഗവി, അരുന്ധതി തന്നെയായിരിക്കും അതിനു പുറകിലും. അവളോട് ഞാൻ അർഹിക്കാത്ത സ്നേഹം കാണിച്ചു. അന്ന് അമ്പലത്തിൽ വെച്ച് വീഴാൻ തുടങ്ങിയപ്പോ ഞാൻ അവളെ താങ്ങിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയത്. അന്ന് വീഴാതെ രക്ഷിച്ചതിന് പകരമായി ഏതേലും കൊക്കയിൽ കൊണ്ടുപോയി കൊന്നു തള്ളണം. ഇതൊന്നും ഭൂമിക്ക് ഭാരമായി ജീവിക്കാൻ പാടില്ല കുഞ്ഞെ. പറഞ്ഞില്ലേ, ആദ്യം നന്ദൻ തിരിച്ചു വന്നോട്ടെ, എന്നിട്ട് ചെയ്യേണ്ടതൊക്കെ ഓരോന്നോരോന്നായിട്ട് ചെയ്തു തുടങ്ങണം. എന്താലോചിക്കുന്നു? ഗിരി, നമുക്ക് നന്ദനെ തിരികെ കിട്ടോ? എന്താന്ന്? അല്ല, ദിവസങ്ങൾ നീണ്ടു പോകുന്നു. ഇവിടുന്ന് ഒരു ഉത്തരമില്ല. ആരോട് ചോദിക്കണോന്ന് ആരോട് പറയണോന്ന് അറിയില്ല. എനിക്ക് ദേവിക നല്ല സംശയമുണ്ട്. എന്ത് സംശയം അത്? അല്ല, നന്ദനോട്ട് പിരിഞ്ഞ് താമസിക്കായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ നന്ദനോടൊരു താല്പര്യക്കുറവ് വന്നിട്ടുണ്ടാവും. അനാവശ്യം പറയല്ലേ. ഞാൻ പറഞ്ഞില്ല എന്താ തെറ്റുഗിരി? ആത്മാർത്ഥമായിട്ട് ഇരുന്നെങ്കിൽ എന്നെ നന്ദനെ കണ്ടുപിടിച്ചേനെ. അവൾ ഉഴപ്പോ? വേണ്ട, ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ ശരിയാവില്ല. ദേവികയെ പോലൊരു നാത്തൂനെ കിട്ടിയ നിന്റെ ഭാഗ്യം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. എന്റെ ഭാഗ്യോ? ചന്ദ്രോത്ത് വന്ന് കയറിയതിൽ അവക്കാ ഭാഗ്യം കിട്ടിയത്. ചുളിവിൽ MLA ആയി, ഇനി ചിലപ്പോ മന്ത്രിയായേക്കും. കഞ്ഞിക്ക് വകയില്ലാതെ കഴിഞ്ഞിരുന്നവർ അവളുടെ കുടുംബം. നിർത്ത്. അവളോടുള്ള പക നിനക്ക് ഇതുവരെ മാറിയിട്ടില്ല അല്ലേ? എനിക്കെന്തിനാ അവളോട് പക? ഞാൻ ഉള്ള കാര്യം പറഞ്ഞ അത്രേ ഉള്ളൂ. കൃത്യമായ രീതിയിൽ തന്നെയാ ദേവിക അന്വേഷണം നടത്തുന്നത്. അവള് നന്ദനെ കണ്ടുപിടിച്ചോണ്ട് വരികയും ചെയ്യും. ഇന്ന് നീ പറയുന്നതൊക്കെ അന്ന് തിരുത്തി പറയേണ്ടി വരും. കൊണ്ടുവരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുക. എന്നായിരുന്നു നന്ദനെ കിട്ടാൻ പോകുന്നത്? ഞാൻ അന്ന് പറഞ്ഞതുപോലെ പ്രകാശനുണ്ടായിരുന്നെങ്കിൽ അവൻ കണ്ടുപിടിച്ചേ നന്ദനെ. രജനി, അതെ, നമ്മുടെ കുഞ്ഞ് നിന്റെ വയറ്റിലുണ്ട്. അതുകൊണ്ട് ഞാൻ സ്വയം നിയന്ത്രിക്കുക. നാളെ നീ ദേവികയെ സ്തുതിക്കുന്ന സാഹചര്യം വന്നില്ലെങ്കിൽ അപ്പൊ നോക്കിക്കാം. എന്താ, നീ ഹാപ്പി അല്ലേ? ഇത് എന്തോ നാടാ,
ആ ഋഷിയെ കണ്ടതിന്റെ എക്സൈറ്റ്മെന്റ് ഇതുവരെ മാറിയില്ലേ? തടവരെ കൊണ്ട് പൂട്ടിയിട്ടിട്ട് ചോദിക്കുന്ന കേട്ടില്ലേ ഹാപ്പിയാണോന്ന്? ഞാൻ ഹാപ്പി ആവണമെങ്കിലേ തിരിച്ചെന്റെ വീട്ടിൽ ചെല്ലണം. എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ പറ്റുമോ നിനക്ക്? ഇല്ലല്ലോ. എന്താ നിന്നെ ഇവിടുന്ന് പറഞ്ഞയച്ചാ നീ വീട്ടിലെത്തില്ല. എടാ അതുകൊണ്ട് തന്നെ നിന്നെ ഇവിടുന്ന് വിട്ടയക്കുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. നോക്ക്, എടാ നീ ഹാപ്പി അല്ലെന്ന് ഞാൻ ചോദിച്ചത് ആ ഋഷിയുടെ അവസ്ഥ ആലോചിച്ചിട്ടാ. എടാ നിന്നെ കൊല്ലാൻ വേണ്ടി ചാകാൻ പോലും തയ്യാറായിട്ട് നിന്നവനവൻ. എടാ ആ അവനെ ഞാനിപ്പോ ലോക്കിയിരിക്കുന്നത്. എടാ അതുകൊണ്ട് നിനക്കിനി സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയാം. അവന് നിന്റെ അടുത്തേക്ക് പോലും വരാൻ പറ്റില്ല. മറിച്ച് നിനക്ക് അവനെ കൊല്ലണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ പറ, നിനക്ക് വേണ്ടി ഞാൻ അതും ചെയ്യും. എനിക്ക് ആരെ കൊല്ലണ്ട, എന്നെ പുറത്തു വിട്ടാ മതി. എന്തോന്ന് പറഞ്ഞില്ല നന്ദ? നിന്റെ ശത്രുവിനെ തളച്ചവനെ ഞാൻ. അതിന്റെ ഒരു നന്ദി അറ്റ്ലീസ്റ്റ് നിനക്ക് എന്നോട് കാണിച്ചുകൂടെ? എടാ അവന്റെ അമ്മ അരുന്ധതി മോനെ അന്വേഷിച്ച് DGPക്കും മന്ത്രിക്കും ഒക്കെ പരാതി കൊടുത്ത് കണ്ണീരും കൈയുമായിട്ട് കഴിയുക. നീ ആ സീനൊന്ന് ആലോചിച്ച് നോക്ക്. നിനക്ക് സന്തോഷം കിട്ടുന്നില്ലേ? ഇല്ല, ഒരമ്മയുടെ കണ്ണീര് കണ്ട് എനിക്കിപ്പോ സന്തോഷിക്കാൻ തോന്നുന്നില്ല. ഓ അങ്ങനെയാണോ? എന്നാ പിന്നെ നീ സന്തോഷിക്കണ്ട. ശരി നിക്ക്. ഋഷിയെ കാണാതെ അവന്റെ അമ്മക്ക് അറിയുകയാണെങ്കിൽ ചന്ദ്രോത്ത് എന്റെ അമ്മയും അതേ അവസ്ഥയിലായിരിക്കും. എന്നെ കാണാതെ എന്റെ അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. അവന്റെ അമ്മയെ പോലെ എന്റെ അമ്മയും എന്നെ അന്വേഷിച്ച് പല വാതിലും മുട്ടുമായിരിക്കും. പാവം. അപ്പോഴേ നഷ്ടങ്ങളും ദുഃഖങ്ങളും ഒക്കെ എല്ലാവർക്കും ഒരുപോലെ തന്നെയാ. എന്ത് അല്ലേ? ആ നിങ്ങളുടെയൊക്കെ കണ്ണീരിന് വിലയുള്ളതുപോലെ എന്റെ കണ്ണീരിന് വിലയുണ്ടെന്നെന്താ? എടാ ഈ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ച് ഞാനും കരഞ്ഞിട്ടുണ്ട് ആ ജയിലിലെ ഇരുട്ടറയിൽ. സ്വയം ഞാൻ എന്നെ തന്നെ ശപിച്ചിട്ടുണ്ട്. ജീവൻ ഒടുക്കാൻ വരെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ മരിക്കാതിരുന്നതേ ചിലരോടൊക്കെ ചില കണക്കുകൾ ചോദിക്കാൻ തന്നെയാ. ചെയ്യേണ്ടതൊക്കെ ചെയ്തു തീർക്കാതെ ഭൂമിയിൽ അങ്ങനെ ആർക്കും പോവാൻ പറ്റത്തില്ലല്ലോ. അരുന്ധതിയാണ് മീരയുടെ കൊലപാതകത്തിന് പുറകിലെന്ന് നിനക്ക് എപ്പോഴും വിശ്വാസം വന്നിട്ടില്ല. അതുകൊണ്ടല്ലടാ നീ ആ അരുന്ധതിയുടെ കണ്ണീരിന് വില കൊടുക്കുന്നത്. പ്രകാശ, സത്യത്തിൽ നിങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. പ്ലീസ് എന്നെ ഇവിടുന്ന് രക്ഷപ്പെടാൻ സഹായിക്കും. പ്ലീസ്. നിനക്ക് രക്ഷപ്പെടാടാ, രക്ഷപ്പെടാം. വൈകാതെ തന്നെ നിനക്ക് രക്ഷപ്പെടാം. ഹലോ അമ്മേ. ദേവികെ, കെവിനും ഇസബല്ലേ അല്ലാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലെ മറ്റാരെങ്കിലും ഇതിന്റെ പിന്നിലുണ്ടാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്താ അമ്മ അങ്ങനെ ചോദിച്ചേ? അമ്മയ്ക്കിപ്പോ അങ്ങനെ ഒരു സംശയം വരാൻ കാര്യം എന്താ? അല്ല, നമ്മൾ കെവിന്റെ പിറകെ പോയിട്ട് ഒന്നും നടക്കുന്നില്ലല്ലോ. കെവിനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ കോളേജിൽ പഠിച്ച ആരെങ്കിലും ഇതിന്റെ പിന്നിലുണ്ടെങ്കിലോ? ഇല്ലമ്മേ, അങ്ങനെ ആരുമില്ല. അരുന്ധതി മാഡത്തിന്റെ നീക്കങ്ങൾക്ക് പിന്നാലെ പോയിട്ടേ കാര്യമുള്ളൂ. നാളത്തോടെ അക്കാര്യത്തിൽ ഒരു വ്യക്തത കിട്ടും. എനിക്കൊരു സമാധാനമില്ലാഞ്ഞിട്ട് വിളിച്ചതാ നിന്നെ. ഇനി ആ ഋഷിയെങ്ങാനും നന്ദനെ കടത്തിക്കൊണ്ടു പോയിട്ടുണ്ടാവോ? ആ റൂട്ടിലും നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അരുന്ധതി മാഡം പറഞ്ഞതനുസരിച്ച് എപ്പോഴോ ഫോൺ ചെയ്തപ്പോ മനസ്സിലായത് ആരുടെയോ കസ്റ്റഡിയിലാണ് ഋഷിയെന്നാ. എന്നാ അവരുടെ കയ്യിൽ തന്നെ ഉണ്ടാവും നന്ദനും. അതിന് സാധ്യതയില്ലമ്മേ.
നരനദി മാഡത്തിന്റെ ഫോണിലേക്ക് വന്ന നമ്പർ സൈബർ സെല്ലുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചു. എന്നിട്ട് അത് നാഗാലാൻഡിലോ മറ്റോ ഉള്ള സിമ്മാണ്. ഈശ്വര, അവിടേക്ക് നന്ദനെ. ഇല്ലമ്മേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒരു 2 ദിവസം കൂടി നോക്കാം. ഒരു പക്ഷെ അമ്മ പറഞ്ഞതുപോലെ ഒരാളുടെ കസ്റ്റഡിയിലാണ് നന്ദുവും ഋഷിയുമെങ്കിൽ അതാരാണെന്ന് കണ്ടെത്താം. ശരിയാവുമായിരിക്കും അല്ലേ? അതെ, അമ്മ സമാധാനമായിട്ടിരിക്കെ. നന്ദുവും ഋഷിയും ഇനി ഒരിടത്ത് തന്നെ ആണെങ്കിലോ? ഋഷികുട്ടാ, എന്താടാ മോനെ, നിനക്ക് ആഹാരമൊന്നും വേണ്ടെന്ന് പറയുന്നത് കേട്ടു. നിനക്ക് വിശപ്പൊന്നുമില്ലേ? എനിക്കെന്താ പറ്റിയെന്ന് ഇയാൾക്കറിയില്ലേ? കുറെ ഗുണ്ടകളെ വെച്ച് പൂട്ടിട്ട് ആളുകൾക്കില്ലേ പ്രകാശേ? അത് ആണുങ്ങൾക്ക് ചേർന്ന പണിയല്ല. നിന്റെ ഈ അവസ്ഥയും ഈ അവസ്ഥയിലുള്ള ഒരാളുടെ മാനസികാവസ്ഥയും എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇനിയിപ്പോൾ അതുകൊണ്ട് നീ എന്നെ തല്ലിയാൽ പോലും ഞാനങ്ങ് ക്ഷമിച്ച് കളയത്തുള്ളൂ. ഒരേ സമയം തന്നെ എന്നെയും നന്ദനെയും തട്ടിക്കൊണ്ട് വന്ന് തടവിലിട്ടിരിക്കുന്നത് തനിക്കെന്തോ പ്രത്യേക ലക്ഷ്യമുള്ളതുകൊണ്ടല്ലേ? അത് കറക്റ്റ്. അപ്പം നിന്റെ തല കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സത്യ ഋഷി നീ പറഞ്ഞത്. ഒരു പ്രത്യേക ലക്ഷ്യത്തോട് തന്നെയാ നിങ്ങളിവിടെ കൊണ്ടുവന്നത്. ആ ലക്ഷ്യം എന്താണെന്നറിയൂ? നന്ദനോട് എനിക്കും നിനക്കും ഒരുപോലെയുള്ള പക നമ്മൾ ഒരുമിച്ച് തീർക്കുക, നന്ദനെ സാക്ഷിയാക്കിക്കൊണ്ട്. അതിനു വേണ്ടിയിട്ട് തന്നെയാടാ നിങ്ങളിവിടെ എത്തിച്ചിരിക്കുന്നതും. എന്താ നീ പറഞ്ഞേ? എന്റെ ഋഷി നിന്റെ കാമുകയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതും നിന്നെ കൊല്ലാൻ നോക്കി വർഷങ്ങളോളം കോമയിലിട്ടതും ആ ചന്ദ്രോത്ത പ്രഭാവതിയാ. അതിന്റെ വൈരാഗ്യം നിനക്കും ചന്ദ്രോത്തുകാരോടുണ്ട്. എന്നെ ജയിലിലേക്ക് അയച്ച് എന്റെ ജീവിതം ഇല്ലാതാക്കിയതും ആ ചന്ദ്രോത്തുകാരാ. അവരുടെ അവസാനം കാണുക എന്നുള്ളത് തന്നെയാ എന്റെ ലക്ഷ്യം. ഋഷി, ഒരേ ലക്ഷ്യത്തിലേക്ക് നടന്ന് നീങ്ങുന്നവരാ ഞാനും നീയും. ഈ ചന്ദ്രോത്തിന്റെ നാശം കൃത്യമായിട്ട് സാധിച്ചെടുക്കാൻ വേണ്ടിയാ നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. എടാ, അതിനുള്ള പ്ലാനിങ്ങൾ നമ്മൾ ഒരുമിച്ച് നടത്തണം. നന്ദനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അവന്റെ കുടുംബത്തിന്റെ അസ്ഥിവാരം ഇളക്കുന്നതും അടിവേരറക്കുന്നതും അവനെ നേരിട്ട് കാണിക്കാൻ വേണ്ടിയാ. നമ്മുടെ ലക്ഷ്യം പൂർത്തിയാക്കി കഴിഞ്ഞേ നീ ദുബായിലേക്കും ഞാൻ ജയിലിലേക്കും പോവുള്ളൂ. നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഋഷി, നീ വിശ്വസിക്കേ, ഞാൻ നിന്റെ ശത്രുവല്ല. എടാ, നമ്മുടെ 2 പേരെ ശത്രു ആ ചന്ദ്രോത്തുകാരാ. അവരെ നമുക്ക് ഈ ഭൂമി നിന്ന് പറഞ്ഞയക്കാം. അത് വേണ്ടേ? വേണ്ടേ? എടാ, ഒന്ന് പറയടാ. വേണം. അങ്ങനെ പറ. എടാ, ഇപ്പോഴല്ലേ നീ ഒരു ആൺകുട്ടിയായത്. എടാ ഋഷി, എനിക്ക് നിന്നോട് മുൻവൈരാഗ്യമൊന്നുമില്ല, നിനക്ക് എന്നോടുമില്ല. ഇനി അഥവാ നിന്നോട് എനിക്ക് എന്തെങ്കിലും പകയുണ്ട്, അതിന്റെ പേരിലാണ് ഇങ്ങോട്ട് തട്ടിക്കൊണ്ട് വന്നെങ്കിൽ, എടാ, ഞാൻ കയ്യിൽ നിന്ന് കാശം ചെലവാക്കി 3 നേരം ഭക്ഷണം നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരുവോ? എന്നേ ഞാൻ തട്ടിക്കളയില്ലേ? ഇപ്പം നിനക്ക് എന്നെ ചെറുതായിട്ട് വിശ്വാസം വന്നില്ലേ? പിന്നെ ഈ പ്രതികാരം വീട്ടുന്നതേ ശത്രുവിനെ കൂടെ അതൊക്കെ ഒന്ന് കാണിച്ചുകൊണ്ട് ചെയ്താലേ അതിൻ്റെ ഒരു പൂർണ്ണ തൃപ്തി കിട്ടും. അപ്പോൾ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, അവന്റെ കുടുംബം തകർന്നത് അവനെ നേരിട്ട് കാണിക്കാൻ വേണ്ടി തന്നെയാടാ നമ്മൾ അവനെ ഇവിടെ കൊണ്ടെത്തിച്ചത്. എന്താ? അവൻ ഇവിടെ കടന്ന് തീരണം. ഈ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ഒരു ചെറു വിരൽ പോലും അനക്കാൻ സാധിക്കാതെ നെഞ്ചു പടഞ്ഞ് അവനിവിടെ കടന്ന് തീരണം. അവന്റെ മരണം നമ്മൾ ഒരുമിച്ച് നിന്ന് കാണും. അപ്പൊ നല്ല കുട്ടിയായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ടിരിക്കെ. നന്ദന്റെ കുടുംബം മുച്ചൂടും മുടിയുന്ന സ്വപ്നം കണ്ട് സുഖമായിട്ടങ്ങ് ഉറങ്ങിക്കും. ഓക്കെ, ബായ്. വടാ.
മേഡത്തിന് സുഖമാണല്ലോ അല്ലേ? എന്താ എസ്തപ്പാൻ, എന്റെ മോൻ അവൻ എന്തെങ്കിലും? അവനൊരു കുഴപ്പമില്ല. നല്ല പയറ് പോലെ എന്റെ കസ്റ്റഡിയിൽ ഓടിച്ചാടി കിടക്കുക. അവൻ എനിക്ക് വിട്ടുതരണം പ്ലീസ്. വിട്ടുതരാം. അതിനാദ്യം നന്ദ സാർ പുറത്തു വരട്ടെ. എന്റെ മകൻ ഒരു ആപത്തും വരരുതെന്ന് കരുതിയാ ഞാൻ ഇങ്ങനെ അടങ്ങി നിൽക്കുന്നേ. ഇനി ഇങ്ങനെ തുടരാൻ പറ്റില്ല. ആ, അത് മനസ്സിലായി. അതിന്റെ പണി തുടങ്ങിക്കഴിഞ്ഞല്ലേ? എന്ത്? എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഒന്നും വേണ്ട. മാഡത്തിന്റെ വീടൊന്ന് സെർച്ച് ചെയ്യാനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നേ. എന്റെ വീട്ടിലേക്ക് നിങ്ങൾ ആളിനെ അയച്ചില്ലേ? അപ്പോ തിരിച്ചു ഇങ്ങോട്ടും അതുപോലൊരു വരവ് വരണമല്ലോ. അങ്ങനെ വന്നതാ. നിങ്ങൾ എന്താ ഈ പറയുന്നേ? അത് ഈ അഭ്യാസത്തിന് എസ്തപ്പാനോട് എടുക്കല്ലേ? ഇതേ ആള് വേറെയാ. നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇല്ലേ? ആ കെവിനെ എന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത് നിങ്ങളല്ലേ?